അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകൾ, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, പ്രമാണങ്ങൾ, പാസ്പോർട്ടുകൾ, നിങ്ങളുടെ അപേക്ഷാ ഫോമുകൾ, നിങ്ങളുടെ ബാങ്ക് രേഖകൾ കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കുന്ന സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ
സാമ്പത്തികമായ ബാധ്യതകളും കടങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാർ, റബ്ബർ കൃഷിക്കാർ, റബ്ബർ ടാപ്പ് ചെയ്യുന്നവരെ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവർ, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിൻ്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കാമേ. പ്രിയമുള്ളവരെ, ചില സമയത്ത് നമ്മൾ വല്ലാതെ മാനസികമായിട്ട് ടയർഡാകും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം നമുക്ക് എടുത്താൽ പൊങ്ങാത്തതാകുമ്പോഴും തന്നെത്താൻ അത് ഭാരം വെക്കുമ്പോഴാണ്. ജീവിതം തന്നെത്താൻ ഭാരം വെക്കുമ്പോൾ ജീവിതം നമുക്ക് എടുത്തുകൊണ്ട് സഞ്ചരിക്കാൻ പറ്റാതെ വരും. അപ്പോൾ പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? യോഹന്നാൻ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തികള് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത രീതിയിൽ ജീവിതം ഭാരപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ എന്ത് ചെയ്യണം? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നുള്ള ഒരു ഇക്വേഷൻ ബൈബിളിലുണ്ട്. അത് നമുക്ക് സെൽഫായിട്ട് പേഴ്സണലായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മളിൽ വസിക്കുന്ന ദൈവമായിരിക്കണം നമ്മുടെ ജീവിതം ഏറ്റെടുക്കേണ്ടത്. അപ്പം നമ്മൾ വസിക്കുന്ന ദൈവമായിരിക്കണം നമുക്ക് പകരം നമ്മുടെ എടുത്താൽ പൊങ്ങാത്ത ജീവിതഭാരം ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് കർത്താവ് സിങ്കാക്കുന്നുണ്ട്. എങ്ങനെയാണ്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും, അത് ജീവിതം എടുത്താൽ പൊങ്ങാത്തായി തോന്നുന്നവരും എന്ത് ചെയ്യണം? എൻ്റെ അടുത്ത് വരിക. അപ്പം എൻ്റെ അടുത്ത് വന്നാൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറയണം, അല്ലേ? മത്തായി 11:28-29. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ നിങ്ങളെ ആശ്വസിപ്പിക്കാന്നാ പറയണത്. കാര്യം ഈശോ ആ ഭാരം, നമുക്കെടുത്ത പങ്കാത്ത ഭാരം ഈശോ ഏറ്റെടുക്കാവുന്നത്. പക്ഷെ അത് എങ്ങനെ എടുക്കും എന്നുള്ളതിൻ്റെ അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് കൂടി അറിയണം. മെക്കാനിസം ആരാ പറയണത്? അത് യോഹന്നാൻ തന്നെ പറയണത്. 1 യോഹന്നാൻ 2:6. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ, എന്നിൽ വസിച്ചുകൊണ്ടാണ് പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് പറയുമ്പോ അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. 1 യോഹന്നാൻ 2:5. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അപ്പൊ ഈ ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യണതല്ലേ? അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? അവൻ നമ്മളിൽ വസിക്കും. നമ്മൾ വസിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ജോലി ചെയ്യണ പോലെ ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കും. അങ്ങനെയാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. എന്നുവെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എന്താ കാര്യം? നല്ല ക്ലേശങ്ങളുടെയും ഭാരങ്ങളുടെയും കാലത്ത് കർത്താവിൻ്റെ വചനം സാക്ഷിയാക്കി വചനം പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ഭാരം ദൈവം ഏറ്റെടുക്കുമെന്ന് ചുരുക്കം. ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സുവർണ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്റർ അപർണ. ഞങ്ങൾ ഹിന്ദുക്കളാണ്.
ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് 2023 നവംബർ 29 ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, അതിന് ഒരു മാർഗമാണ് ഈശോ എന്ന് വിചാരിച്ച് വന്നവരല്ല. ഞങ്ങൾ ഹിന്ദുക്കളായെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈശോനെ മാതാവിനെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ക്രിസ്ത്യൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അവൾ റൂമിലിങ്ങനെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവൾ എനിക്കും ഇതുപോലെ ബൈബിളിനെ കുറിച്ച് പറഞ്ഞു തരികയും ഈശോയുടെ ഫോട്ടോ എനിക്ക് തരികയൊക്കെ ചെയ്യും. അപ്പോൾ അവളെനിക്ക് 2 കുഞ്ഞ് ബൈബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് ബൈബിൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ അവളെനിക്ക് ഈശോയുടെ ഫോട്ടോ തന്നു, അതും ഞാനിപ്പോൾ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഫസ്റ്റ് വെച്ച് എൻ്റെ നിയോഗം, ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു, ലോണ്, പലിശ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ കരകയറ്റണേ മാതാവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ഓഫീസിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ അവർ പറയുന്നത് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എത്ര എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്? കാരണം ഞങ്ങളുടെ കടബാധ്യതകൾ ഉള്ളത് കൊണ്ട് കുറച്ചൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കുള്ള കടമെങ്കിലും തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മാക്സിമം ഒരു 70,000 രൂപ ഇത്രയേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാരമില്ല, അത്രയെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഒരു 4ാമത്തെ ദിവസമായി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയുണ്ട്? അപ്പോൾ പറഞ്ഞു 1.5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. അവർ പറഞ്ഞത് മാക്സിമം ഒരു 70,000 രൂപയെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും നന്ദി. ഞങ്ങളുടെ ആ എമൗണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവരുടെയും കടം തീർക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊരു ആശ്വാസമായിട്ട് മാറി. അതുപോലെ തന്നെ ആ എമൗണ്ടിൽ നിന്നൊരു കുറച്ച് എമൗണ്ട് ഞങ്ങളുടെ വീടിനടുത്തൊരു വൃദ്ധസദനമുണ്ട്, അവിടെ അവരുടെ ഒരു ചിലവിനായിട്ട് ഞാൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഞങ്ങളുടെ കടങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ 2ാമത് ഞാൻ വെച്ച നിയോഗം എനിക്കൊരു ജോലിയായിരുന്നു. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ 2021 ഒരു സ്റ്റാഫ് നഴ്സ് DHS PSC എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നു. മെയിൻ ലിസ്റ്റിലുണ്ട്, പക്ഷേ അത് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ദിവസവും ഞാനിങ്ങനെ നോക്കും, നോട്ടിഫിക്കേഷൻ വന്നോ. ഒരു ദിവസം തന്നെ ഒരു 10-40 പ്രാവശ്യം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ മെയിൻ ലിസ്റ്റിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ച് എന്നും പ്രാർത്ഥിക്കും. പിന്നെ ആ സമയത്ത് ജോലിയും കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ നിറയെ സമയം കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഉടമ്പടി വസ്തുവായ തൈലവും അതുപോലെ തന്നെ ഉപ്പും ഞാൻ ആ പേപ്പറിൽ ഇട്ട് പ്രാർത്ഥിച്ചു. 2024 നവംബറിൽ ലിസ്റ്റ് ക്യാൻസലാവും. അപ്പം 2024 ഒരു സെപ്റ്റംബർ ആയിട്ടും എന്നെ വിളിക്കുന്നില്ല. അപ്പം ആ ജോലി ഇല്ല, പോയി. അപ്പം ഞാനൊരു ദിവസം ഞാനിങ്ങനെ സ്വപ്നം കാണുവാണ്, ആകാശത്തൊരു മഴവില്ല് ഇങ്ങനെ തെളിഞ്ഞു വരുവാണ്. അപ്പോൾ ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ അനുജത്തിയെ വിളിച്ചിട്ട് പറയുവാണ്, ആ മഴവില്ല് നിൽക്കുവാണ് എന്ന്. അവളെ വിളിക്കുമ്പോഴത്തേനും പക്ഷെ അവൾക്ക് കാണാനുള്ളൊരു സമയം കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഫോൺ വന്നിട്ട് ഞാൻ ഉണർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് കാണാനുള്ളൊരു സമയം കൊടുത്തില്ല, എനിക്ക് മാത്രമാണ് അത് കാണാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് ജോലി കിട്ടുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അനുജത്തിക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. അവൾ പറഞ്ഞത് ഒരു വലിയൊരു മരം, അതിനകത്ത് നിറയെ മുല്ലപ്പൂവ്, പിന്നെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുവാണ്. ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജോലിയുടെ പേപ്പർ വരുന്നു എന്നാണ് അവൾ സ്വപ്നം കണ്ടത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ 7ാം മാസത്തെ ചടങ്ങിന് എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ പിറ്റേന്ന്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുവാണ്. വീട്ടിൽ ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അന്ന് എനിക്ക് എൻ്റെ അഡ്വൈസ് മെമ്മോ, അതായത് സെപ്റ്റംബർ 10-ാം തീയതി എനിക്ക് എൻ്റെ അഡ്വൈസ് മെമ്മോ വന്നു. അപ്പോൾ അവളെ സ്വപ്നം കണ്ടതുപോലെ തന്നെ ആ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് തന്നെ എനിക്ക് അഡ്വൈസ് മെമ്മോ വന്നു. ഒക്ടോബർ 10-ാം തീയതി എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. കൊല്ലം PSC ആണ് ഞാൻ എഴുതിയത്. കൊല്ലത്ത് കടയ്ക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് ഞാനിപ്പോൾ സ്ഥിര നിയമനമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈശോയോടും മാതാവിനടുത്തും. കാരണം എനിക്ക് ആ ജോലി കിട്ടാനായിട്ട് ഒരു യോഗ്യതയില്ല. കാരണം ആ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ വ്യക്തി ഞാൻ തന്നെ ആയിരിക്കണം.
എന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇത്രയും അപ്പോൾ ആ ജോലി കിട്ടിയിട്ട് പോലും എനിക്ക് വീണ്ടും എനിക്ക് എൻ്റെ കടബാധ്യതകളും കാര്യങ്ങളും തീർക്കാനായിട്ട് ദൈവം ഒരു മാർഗവും കൂടെ കാണിച്ചു തന്നു. എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് ജീവിക്കാനുള്ളത് ദൈവം തന്നു, ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ജന്മനാ ഉണ്ടായിരുന്നൊരു അലർജി, ഫുഡ് അലർജി. എനിക്ക് പാല്, ചിക്കൻ, ബീഫ് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കഴിക്കുവാണെങ്കിൽ ദേഹം ഫുൾ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പൊന്തി വരും. പിന്നെ വൊമിറ്റിങ്, സ്റ്റൊമക്ക് ഏക്ക് എല്ലാം ഉണ്ടാവും. ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തല്ലാതെ മാറത്തില്ല. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എല്ലാവരും പറയും പാലും ചിക്കനൊന്നും കഴിക്കുന്നില്ല, അപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെ ആയിരിക്കും, ഹെൽത്തി ആയിട്ട് ഇരിക്കണ്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഒരു 6ാമത്തെ മാസമായപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പാല് കുടിച്ച് നോക്കാം എന്നിങ്ങനെ വിചാരിക്കുന്നു. പാലെന്നല്ല, പാലിൻ്റെ എന്ത് ഉൽപ്പന്നമായാലും, ഐസ്ക്രീം ആയിക്കോട്ടെ, ചോക്ലേറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇച്ചിരി ഒന്ന് ചെന്നാൽ എനിക്ക് അപ്പോഴും ചൊറിയും, കഴുത്ത് മുതൽ ചൊറിയും, ദേഹം ഫുള്ള് ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു പാല് കുടിച്ച് നോക്കാം. അങ്ങനെ ഒരു ദിവസം ഞാൻ കുറച്ച് പാലൊരു ഗ്ലാസ്സിലെടുത്തു. അതിനകത്ത് കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് കലക്കിയിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ചിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ആ പാലിനകത്ത് ഇട്ടിട്ട് ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അത് ഞാൻ കുടിച്ചു. എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പാല് ജന്മനാ അലർജിയാണ്. ഞാൻ അമ്മയുടെ പാല് കുടിച്ചതല്ലാതെ അല്ലാത്ത പാല്, പശുവും പാലും അതൊന്നും കുടിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അപ്പോഴും ചെറുപ്പം മുതലേ എനിക്കിത് അലർജിയാണ്. അങ്ങനെ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് കുടിച്ചപ്പോൾ പ്രശ്നമില്ല. എനിക്ക് ആ നിമിഷം, ആ കുടിച്ച ആ സമയത്ത് ഈ നിമിഷം എനിക്ക് ഒരു ചൊറിച്ചിലുമില്ല. എന്താണെന്ന് എനിക്ക് അപ്പോഴേക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അത്രയും വർഷം, ഇപ്പം എനിക്ക് 31 വയസ്സായി, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 വർഷത്തോളം എനിക്കത് അലർജി ആയിരിക്കണം. അലർജി കൊണ്ട് ഞാനത് കഴിക്കത്തില്ലായിരുന്നു. ഈ നിമിഷം ഞാൻ ആ പാലിൽ ഇച്ചിരി ഉപ്പിട്ട് കഴിച്ചതിന് ശേഷം എനിക്ക് ഈ നിമിഷം വരെ, ഇന്നലെ വരെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നത് ഇവിടെ ഞങ്ങൾ ഹോം സ്റ്റേ ആയിരുന്നു. അപ്പം ഇന്നലെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ പാല് കുടിച്ചിട്ടാണ് വന്നത്. എനിക്ക് അലർജി ഇല്ല. ഇത്രയും വർഷം നിന്ന് അലർജി മാറ്റിത്തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. അടുത്തൊരു രോഗസൗഖ്യം വെച്ചാൽ, ഞാൻ പീരീഡ്സ് ആവുമ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദനയാണ്. ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് തൊട്ട് ഇത്രയും നിമിഷം വരെ, അതായത് എനിക്ക് പഠിക്കുന്ന സമയത്ത്, എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് ഒട്ടും പറ്റത്തില്ല. പീരീഡ്സ് തുടങ്ങി കഴിയുന്നത് വരെയും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഫുൾ ടൈം കിടപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിലൊക്കെ ഞാൻ കൊന്ത വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് വരച്ച് പ്രാർത്ഥിച്ച്, എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഇപ്പം വേദന ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് ജോലി ചെയ്യാം, നടക്കാം, ഇരിക്കാം, എല്ലാം ചെയ്യാം. വേദന ഉണ്ടെങ്കിൽ പോലും അത്ര ഭീകരമായിട്ടുള്ള വേദന എനിക്കില്ല. അതിൽ നിന്ന് എനിക്കൊരു സൗഖ്യം കിട്ടി. അതുപോലെ തന്നെ അടുത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, ഡിസംബർ 11-ാം തീയതി ആയിരുന്നു, 2024 ഡിസംബർ 11-ാം തീയതി ആയിരുന്നു എനിക്ക് എൻ്റെ ഡെലിവറി ഡേറ്റ് തന്നത് ഡോക്ടർ. പക്ഷേ അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ, 2020 ഡിസംബർ 7-ാം തീയതിയാണ് മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഡേറ്റ്. അപ്പോൾ ഒന്നുകിൽ ഡിസംബർ 7 എൻ്റെ ഡെലിവറി ഡേറ്റ് തരുമോ, അതല്ലെങ്കിൽ ഡിസംബർ 11 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ദൈവമേ, ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് തന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. ഭാഗ്യം കൊണ്ട് തന്നെ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു എൻ്റെ ഡെലിവറി ഡേറ്റ്. ഡിസംബർ 7-ാം തീയതി എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഒരു ആൺകുഞ്ഞിനെ കിട്ടി, ആരോഗ്യമായിട്ട് ഇരിക്കുന്നു. പിന്നെ ആ 2024 ഒക്ടോബറിൽ എനിക്ക് ജപമാല റാലി പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ആ ഡെലിവറി ആ സമയം ആയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത 2025 ഒക്ടോബർ 25 എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ 2025 തന്നെ ഒക്ടോബറിൽ 24-ാം തീയതി ഞങ്ങളിവിടെ വന്നു, ഉടമ്പടിയൊക്കെ പുതുക്കി. 25-ാം തീയതി ഞങ്ങൾ ജപമാല റാലിയിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഞാൻ പങ്കെടുത്തു. എൻ്റെ കുഞ്ഞിന് അപ്പോൾ 10 മാസമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, കുഞ്ഞു മക്കളെയൊന്നും കൊണ്ട് വരരുത്, പറ്റത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, അവനെയും കൊണ്ട് തന്നെ വരണമെന്ന്. ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നു. ജപമാല റാലി തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ അവനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജപമാല റാലി കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ക്ഷീണമൊന്നും തോന്നിയില്ല. അപ്പം ഇത്രയും വർഷമായിട്ട് ഒരുപാട് പേര് ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്രയും കിലോമീറ്റർ അവരെങ്ങനെ നടന്നത് ഒപ്പിച്ച് തീർത്തു എന്ന് ഞാൻ വിചാരിക്കും, ക്ഷീണിച്ച് കാണുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും കിലോമീറ്റർ അവനെയും കൊണ്ട് നടന്നിട്ട് പോലും ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അത്രയും ദൂരം ഞങ്ങൾ നടന്നു കംപ്ലീറ്റ് ചെയ്തു. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നി.
അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം സത്യം പറഞ്ഞാൽ പത്രങ്ങൾ കൊടുക്കാൻ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. പിന്നീട് അച്ഛൻ ഇതുപോലെ ധ്യാനത്തിൽ പറയും, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്ത് നിന്ന് ഒരുപാട് കിലോമീറ്റർ അങ്ങ് കൊണ്ട് ആരും കാണരുത്, നമ്മളെ അറിയപ്പെടുന്ന ആരും നമ്മൾ പത്രം കൊടുക്കുന്നത് കാണരുത് എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് കിലോമീറ്റർ അകലെ കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ നമ്മൾ അങ്ങനെ അപ്പം അങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ വീടിനടുത്തുള്ളവർക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ വീടിനടുത്തുള്ള എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുത്തു. ആ കൊടുത്തവർ തന്നെ അവർക്ക് കൃപാസനത്തെ പറ്റി അറിയാൻ പറ്റി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത കുറേ പേരെ ഞങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കാരുണ്യ പ്രവൃത്തി ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം. ഇപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലിയുണ്ട്, ഞാൻ കുറേശ്ശെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസത്തിലും ആഴ്ചകളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളതുപോലെ ഞങ്ങളുടെ വൃദ്ധസദനത്തിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനത്തിലൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കുകയും ഞങ്ങളുടെ കയ്യിലുള്ളതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. ഇത്രയും അനുഗ്രഹം തന്ന് ഞങ്ങളെ ഇത്രയും ഉയർത്തിയ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദിയും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശീതൽ, ഇതെൻ്റെ ഹസ്ബൻഡ് സിഗിൽ, ഞങ്ങളുടെ മകൾ ഈവ് മിറിയം, എൻ്റെ അമ്മ സോണിയ. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ കാനഡയിൽ പോകുമ്പോൾ 5 മാസം പ്രഗ്നൻ്റ് ആയിട്ടാണ് പോയത്. അപ്പോൾ പോകുമ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റ് വിസയിലാണ് ഞാൻ പോയത്. പ്രഗ്നൻ്റ് ആയിരിക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കാരണം ഹസ്ബൻഡിന് ഒരു നല്ല ജോലി കിട്ടണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് ഉടമ്പടിയിൽ. അങ്ങനെ കാനഡയിൽ ചെന്ന് ഒരു മാളിൽ ഞങ്ങൾ ഫോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു മലയാളി ചേട്ടൻ ഞങ്ങളെ വന്ന് പരിചയപ്പെടുകയും ആ ചേട്ടൻ ജോൺസൺ എന്ന് പറയുന്ന ഒരു ചേട്ടൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ റെസ്യൂമ വാങ്ങിക്കുകയും അവിടെ നിന്ന് പുള്ളി വേറെ ഒരു മലയാളി ചേട്ടൻ ടാലിസൺ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ ഹെൽപ്പോടുകൂടെ എൻ്റെ ഹസ്ബൻഡിന് വളരെ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. കാരണം ഈ ഒരു ജോലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാനിവിടെ നിന്ന് പോയപ്പോൾ ആദ്യത്തെ ഇയറിലെ ഫീസ് മാത്രമായിരുന്നു അടച്ചിരുന്നത്. രണ്ടാമത്തെ ഫീസ് അവിടെ പൊതുവെ എല്ലാ സ്റ്റുഡൻസും വർക്ക് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഇയറിലെ ഫീസ് അടക്കുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ രണ്ടുപേരും വർക്ക് ചെയ്താൽ മാത്രമേ ഫീസ് അടക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഹസ്ബൻഡ് വർക്ക് ചെയ്ത് എനിക്ക് എൻ്റെ സെക്കൻഡ് ഇയർ ഫീസ് അടക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാനും എനിക്കൊരു ഹെൽപ്പായിട്ടും ഞങ്ങളുടെ പാരൻസ് അങ്ങോട്ട് വരണമായിരുന്നു. അപ്പോൾ എൻ്റെ പാരൻസിനും ഹസ്ബൻഡിൻ്റെ പാരൻസിനും വേണ്ടിയിട്ട് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൃപയോടുകൂടെ എൻ്റെ അമ്മയുടെ വിസ അപ്രൂവൽ ആവുകയും അമ്മയ്ക്ക് ജനുവരി 12-ാം തീയതി കാനഡയിൽ എത്താനായിട്ട് സാധിക്കുകയും ചെയ്തു. ജനുവരി 13-ാം തീയതി എനിക്ക് എൻ്റെ മോളെ ഡെലിവറി ചെയ്യാനും അമ്മയ്ക്ക് എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ശുശ്രൂഷകളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. മൂന്നാമത്തെ എൻ്റെ ഏറ്റവും വലിയ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുക എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് ആദ്യം ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് ചെറിയൊരു ട്രൗമയായിരുന്നു. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും എനിക്ക് വളരെ പേടിയായിരുന്നു. കാരണം എൻ്റെ ആദ്യത്തെ സ്കാനിങ്ങിൽ എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസി ആയപ്പോൾ തൊട്ട് എനിക്ക് വളരെ ടെൻഷനായിരുന്നു. അതുകൂടാതെ ഞാൻ കാനഡയിൽ കൂടെ പോകുമ്പോൾ ആരുടെയും ഹെൽപ്പ് ഇല്ലാത്തതും എല്ലാം ഒരു സ്ട്രെസ്ഫുള്ളായിരുന്നു. ആ സാഹചര്യങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ അനക്കം കുറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പൂശി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ
ഇവിടെ നിന്ന് ഞാൻ 5-ാം മാസം തുടങ്ങുമ്പോഴാണ് പോയത്. അപ്പോൾ ഇവിടെ അനോമലി സ്കാനിങ് ഒക്കെ ചെയ്ത ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് കാനഡയിൽ ചെന്ന് ഞാൻ വീണ്ടും അനോമലി സ്കാനിങ് ചെയ്തു. അവിടെ വെച്ചിട്ട് ആ നേഴ്സ് പറഞ്ഞു ഇതൊരു പെൺകുഞ്ഞാണെന്ന് പറയുകയും അമ്മ മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് തന്നേക്കുന്നതെന്ന് അറിയുക. അത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ന്യൂസായിരുന്നു. ആ സമയത്ത് ആ നേഴ്സ് പറയുകയും ചെയ്തായിരുന്നു ഇവള് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞാണ് എന്ന് പറഞ്ഞ് വയറിൽ സ്കാനിങ് ചെയ്യുമ്പോൾ ഒക്കെ അവർ പറഞ്ഞിരുന്നു. അങ്ങനെ 9-ാം മാസത്തെ അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്കാനിങ്സേ ഉള്ളൂ. അപ്പോൾ 5-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 9-ാം മാസത്തിലെ സ്കാനിങ് ഉള്ളൂ. 9-ാം മാസത്തിലെ സ്കാനിങ്ങിൽ അമ്മ വന്നതിന് ശേഷം ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴത്തേനുമാണ് അറിഞ്ഞത് എനിക്ക് ആംനിയോട്ടിക് ഫ്ലൂയിഡ് വളരെ കുറവാണെന്നും എൻ്റെ കുഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആണ്, വെയിറ്റ് വളരെ കുറവാണ്, ഒരു സ്മോൾ ബേബിയാണെന്ന് അവർ പറയുകയും ചെയ്തു. അവർ എമർജൻസി ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുകയും ഒരു 10 അവർ എനിക്ക് ലേബർ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഡയലേറ്റഡ് ആവുന്നില്ല, ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ മാത്രമേ ഡയലേറ്റഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ പെയിൻ വരുന്തോറും എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വളരെയധികം കുറയുന്നു. പക്ഷെ ഇവരൊന്നും പറയുന്നില്ല. ആദ്യം ഇനീഷ്യലി ഒന്നും പറഞ്ഞില്ല സി സെക്ഷൻ ചെയ്യണം. പിന്നെ വളരെയധികം ഹാർട്ട് ബീറ്റ് ഡ്രോപ്പ് ആയപ്പോഴത്തേനും അവർ തന്നെ പറഞ്ഞു നമുക്ക് എമർജൻസി സി സെക്ഷൻ വേണം. അപ്പോഴും എനിക്ക് പക്ഷേ ആ സാഹചര്യത്തിൽ എനിക്ക് എന്തോ ടെൻഷൻ വന്നില്ല. അമ്മ എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ അപ്പോൾ കാശിരൂപം ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല, എനിക്ക് അമ്മ ഈ കുഞ്ഞിനെ തരുന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഹാർട്ട് ബീറ്റ് ഡ്രോപ്പായി എമർജൻസി സി സെക്ഷന് പോയെങ്കിലും ഭയങ്കര ടെൻഷനൊന്നും ഇല്ലാതെ പോയി. പക്ഷേ കുഞ്ഞ് എന്നെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞങ്ങൾ കാണുന്നത് വളരെ ഒരു പ്രായമായ വ്യക്തികളുടെ പോലത്തെ സ്കിന്നായിരുന്നു. വളരെ ഡീഹൈഡ്രേറ്റഡ് ആയി ചുക്കി ചുളുങ്ങിയ ഒരു ബേബി ആയിട്ടാണ് കിട്ടിയത്. അവിടെ എന്ന് പറയുന്നത് അധികം പ്രശ്നങ്ങളില്ലാത്ത ബേബീനെയാണ് ഇന്ന് രാവിലെ ഡെലിവറി നടന്നിട്ടുണ്ട്, വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യും. അതേപോലെ തന്നെ കുഞ്ഞിനെ ഇത്രയും ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബേബി ആയിരുന്നെങ്കിൽ പോലും ഇവള് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾ കറക്റ്റ്, വൈറ്റൽസ് എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം തന്നെ കുഞ്ഞിനെ ഡിസ്ചാർജ് വരെ ചെയ്യുകയും ചെയ്ത് വളരെ ആക്റ്റീവായിട്ടുള്ള അമ്മേനെ വളരെയധികം സ്നേഹിക്കുന്ന, ഞാനിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ സങ്കടപ്പെടുമ്പോൾ എൻ്റെ കുഞ്ഞ് പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. അമ്മയുടെ പാട്ടുകൾ പാടുന്ന ഒരു നല്ലൊരു സ്മാർട്ടായിട്ടുള്ളൊരു കുഞ്ഞിനെ തന്നെ തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 4-ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് വളരെ നല്ല മാർക്കോടുകൂടെ പാസ്സാവണം എന്നായിരുന്നു, ഗ്രാജുവേറ്റ് ആവണം. അങ്ങനെ ഈ ഒരു കുറേ ക്രൈസിസ് ഉണ്ടായിരുന്നു. പ്രഗ്നൻസി, അതിൻ്റെ ഇടയിൽ ജോലി കണ്ടുപിടിക്കുക, ഫീസ് അടക്കുക എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്കോടുകൂടെ 2 സ്കോളർഷിപ്പോടുകൂടെ എനിക്ക് എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റി. 4-ാമത്തെ ഇത്രയുമായിരുന്നു എൻ്റെ മെയിൻ. ഞാൻ 2022 എടുത്ത ഉടമ്പടിയിലെ നിയോഗങ്ങളായിട്ട് ഞാൻ മെയിൻലി വെച്ചത്. അതിനുശേഷം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഓരോ ഘട്ടങ്ങളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിന് വെക്കുകയും എൻ്റെ ഹസ്ബൻഡ് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിന് വീണ്ടും വെക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് എനിക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്ററിൽ തന്നില്ല. അതിൻ്റെ കാരണം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ റിജക്റ്റ് ആവുകയും, മെയിൻലി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻകം ആയിരുന്നു ഞങ്ങളുടെ ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഞാൻ പാർട്ട് ടൈം ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. എനിക്ക് വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് അവേഴ്സും ബേസിക് പേയുമായിരുന്നു കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വിസ റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം തകർന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ 2 പേരുടെ ഫാമിലി മൊത്തത്തിൽ തകർന്നു. ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ ജീവിക്കും നാളെ? കാരണം ഓരോ പേ ചെക്കിലായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയൊരു പേ ചെക്ക് വരാനില്ല. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇരിക്കുന്ന സാഹചര്യം, ഇനി തിരിച്ചു വരേണ്ടി വരുമോ, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ അമ്മ മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾ ടാലിസൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിൽ പോവുകയും ആ ചേട്ടൻ എന്നെ റെഫർ ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് നഷ്ടമായ ആ പൊസിഷനിൽ തന്നെ ആ കമ്പനിയിൽ തന്നെ എനിക്ക് 3 വീക്കിനുള്ളിൽ എനിക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോണും അതേപോലെ റെൻറ്റും ഈവൻ കുറച്ച് പൈസ ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരെ
അയക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ഹസ്ബൻഡ് ഈ റെഫ്യൂസലായിരിക്കുന്ന സാഹചര്യത്തിൽ 3 മാസം വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു. ആ സമയത്ത് എൻ്റെ അപ്പ കാനഡയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും എൻ്റെ അപ്പയും അതേപോലെ ഞങ്ങളുടെ 2 പേരുടെ പാരൻസും എല്ലാവരും ഹസ്ബൻഡിനെ എൻകറേജ് ചെയ്തിട്ട് പറഞ്ഞു, അവിടുത്തെ എൻജിനീയറിങ്ങിൻ്റെ എക്സാം ചലഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞു, വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട. അപ്പോൾ അവസാനത്തെ 1 മാസ കാലയളവിൽ എൻ്റെ ഹസ്ബൻഡ് FE എന്ന് പറയുന്ന എക്സാം ചലഞ്ച് ചെയ്തു. അത് വളരെ ഹാർഡായിട്ടുള്ള എക്സാമാണ്. ഒരു 60% ആളുകൾ എഴുതുന്നവർ മാത്രമേ പാസ്സാവത്തുള്ളൂ. അപ്പോൾ ആ എക്സാം ഹസ്ബൻഡ് ചലഞ്ച് ചെയ്ത് ആ എക്സാം പാസ്സാവുകയും എക്സാമിന് പോകുന്ന സാഹചര്യത്തിൽ ഹസ്ബൻഡ് ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ കാശുരൂപം കൊണ്ടുപോയി. ഹസ്ബൻഡ് എക്സാം എഴുതുന്ന സമയത്ത് അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അപ്പം ഞാൻ പുറത്ത് നിന്ന് ഉടമ്പടി ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ആ എക്സാം പാസ്സാവുകയും ചെയ്തു. പിന്നെ എനിക്ക് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ രാവിലെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ ജോലിക്ക് പോവാറ്. അന്നത്തെ ദിവസം എപ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപവും കാണാറുണ്ട്. അന്നത്തെ ദിവസം എന്തോ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഡോർ അടക്കാൻ നേരം എനിക്ക് മാതാവിനെ കാണാനായിട്ട് പറ്റും. ഞങ്ങളുടെ രൂപങ്ങൾ വെച്ചേക്കുന്ന ഞാൻ അങ്ങോട്ട് നോക്കി, എന്തോ മാതാവായിട്ടായിരിക്കും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തോന്നിപ്പിച്ചു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ കാത്തോളണേ, എൻ്റെ കൂടെ വന്നേക്കണം കേട്ടോ, ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് അപ്പോൾ പോകുന്നത്. ഇവർ 2 പേരും കിടന്നുറങ്ങുക വീട്ടിൽ. അപ്പോൾ ഞാൻ മാതാവിനോട് അങ്ങനെ പറഞ്ഞിട്ടാ, ഒരിക്കലും അങ്ങനെ ഞാനങ്ങനെ പറയാറില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്ന വഴിക്ക് വണ്ടിയിലാണേലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടേ പോകത്തുള്ളൂ. അതേപോലെ കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. അങ്ങനെ ഞാൻ പോയി. ഒരു വലിയൊരു ഇൻ്റർസെക്ഷൻ ആയിരുന്നു. ഞാൻ യെല്ലോ ലൈറ്റ് വന്നപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത് എൻ്റെ ബാക്കിൽ വന്ന ഒരു ട്രക്കാണ് വന്നിടിച്ചത്. കാറ് ടോട്ടൽ ലോസ് വരെ ആയിപ്പോകുന്ന സാഹചര്യത്തിൽ മാതാവ് എനിക്ക് ഒരാപത്തും കൂടാതെ, ഒരു തരി ചോര പോലും വരാത്ത രീതിയിൽ അമ്മ മാതാവ് എന്നെ പരിപാലിച്ചു. പിന്നെ ഞാൻ സെൽപിപ്പ് IELTS പോലത്തെ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി എക്സാമാണ്. അതിന് പോയ സാഹചര്യത്തിൽ അതിന് തൊട്ട് മുന്നേ ഒരു 2 ആഴ്ച മുന്നേ ആണെന്ന് തോന്നണം, ഞാനൊരു സാക്ഷ്യം കേട്ടു. ഒരു കുട്ടി ഇവിടെ വന്ന് പറഞ്ഞു, ആ കുട്ടി എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോഴത്തേനും ഒരു 7 എന്ന് പറഞ്ഞ ഡിജിറ്റ് ആ റൂമിൽ എവിടെയെങ്കിലും കാണണം. അതേപോലെ തന്നെ ഗ്രേയോ ബ്ലൂവോ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കളറ് കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാനും മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കും 7 എന്ന് പറഞ്ഞൊരു നമ്പർ എവിടെയെങ്കിലും കാണണം. അതേപോലെ തന്നെ എനിക്കൊരു ബ്ലൂവോ ഗ്രീനോ അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ ആരെങ്കിലും അവിടെ ഇൻവിജിലേറ്റേഴ്സായിട്ട് വേണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ കയറി ചെല്ലുമ്പോഴത്തേനും ഒരു ബ്ലൂവും ഗ്രീനും ഇട്ടിട്ടുള്ള 2 ഇൻവിജിലേറ്റേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിലൂടെ എനിക്ക് അമ്മയുടെ പ്രസൻസ് അവിടെ കാണാനായിട്ട് പറ്റി. അതേപോലെ തന്നെ എക്സാമിന് പോയപ്പോൾ അവിടെ ഒന്നും കയറ്റത്തില്ല, എല്ലാം ചെക്ക് ചെയ്യും. പക്ഷേ ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ മാലയിൽ കോർത്തിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തൈലം എൻ്റെ നെറ്റിയിൽ ഞാൻ പൂശിയിട്ടാണ് പോയത്, നല്ല രീതിയിൽ കയറുന്നതിന് മുന്നേ. അപ്പം ഞാൻ ആ തൈലം എടുത്തിട്ട് ഡെസ്ക്ടോപ്പിൻ്റെ മേളിൽ പൂശുകയും കുരിശ് പൂശുകയും ഉപ്പ് കീബോർഡിൻ്റെ ചുറ്റും വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ 7 എന്ന് പറഞ്ഞ നമ്പറിലായിരുന്നു ഞാനിരുന്നത്. അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് അതിലൂടെ അനുഭവപ്പെടുകയും എനിക്ക് ആ എക്സാമിന് വളരെ നല്ല, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത മാർക്കോടുകൂടെ എനിക്ക് പാസ്സാവാനായിട്ട് സാധിക്കുകയും ചെയ്തു. പിന്നെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു. അതും എൻ്റെ മോളെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരാൻ, അത് എസ്പെഷ്യലി ഈ സമയത്ത് വരാൻ എന്ന് പറയുന്നത് ഡിസംബറിൽ വരിക ഭയങ്കര എക്സ്പെൻസീവാണ്. അത്രയും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റിലല്ലായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മ മാതാവ് എന്നെ ഈ തിരുസന്നിധിയിൽ എത്തിപ്പിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ, ഇതിൽ കൂടുതൽ അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ട് എനിക്ക് അമ്മ മാതാവ് ഒത്തിരി നൽകിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്,
ഡെയിലി ബ്രെഡും അതേപോലെ സാക്ഷ്യങ്ങളും ധ്യാനവും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ പാരൻസ് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് കാനഡയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേനും ഇവിടുന്ന് കൃപാസനം പത്രം കൊണ്ടുവരാറുണ്ട്. അത് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിലും ഇംഗ്ലീഷ് പത്രമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ കൂടെയുള്ള മലയാളികളുടെ അടുത്ത് ഞാനെപ്പോഴും കൃപാസന മാതാവിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് ഞാൻ പറയാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് അവിടെ ഞങ്ങൾ വളരെ ക്രൈസിസിലൂടെയൊക്കെയാണ് പോകുന്നത്. എന്നാൽ പോലും ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ രീതിക്ക് ഞങ്ങൾക്കുള്ള പൈസയിൽ നിന്ന് ഞങ്ങൾ ചെറിയൊരു അംശമെങ്കിലും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന രോഗികളായിട്ടുള്ളവർക്കും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത്രയേറെ അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് ബിൻഷ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെട്ടൂര് വിശുദ്ധ കുരിശിൻ്റെ ദേവാലയത്തിൽ നിന്നാണ്. 2020 ഞങ്ങളുടെ വിവാഹം. ഏകദേശം 1 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റ് ആവാത്തത് കൊണ്ട് ഞങ്ങളൊരു ഡോക്ടറെ ചെന്ന് കണ്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ ഹസ്ബൻഡിന് കൗണ്ട് തീരെ കുറവാണ്, കുട്ടികളുണ്ടാവാനുള്ള കൗണ്ട് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും 3 മാസം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം ഞങ്ങൾ മരുന്ന് കഴിച്ച് ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഡോക്ടർ പിന്നെ പറഞ്ഞത് വെരിക്കോസ് വെയിൻ ഉണ്ട്, ചെറിയൊരു സർജറി വേണ്ടി വരും, എന്നാലും 50-50 ചാൻസേ ഉള്ളൂ, ചിലപ്പോൾ മാത്രമേ കൗണ്ട് കൂടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു സർജറി ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ പ്രഗ്നൻ്റ് ആയി ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ സർജറി വേണ്ട, പ്രഗ്നൻ്റ് ആയാലോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ കുട്ടിക്ക് ഹാർട്ട് ബീറ്റൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ചെറുതായിട്ട് എനിക്കൊരു ബ്ലീഡിങ് വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അത് അബോർഷൻ ആയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിന് കൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് പറഞ്ഞത്. അങ്ങനെ വീണ്ടും പിന്നീട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്. കല്യാണം എൻ്റെ ഹസ്ബൻഡിൻ്റെയും കല്യാണം നടന്നത് ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അപ്പോൾ ആ മാതാവ് തന്നെ ആയിരിക്കും നിങ്ങൾക്കൊരു കുഞ്ഞിനെയും തരിക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. ഞാനും എൻ്റെ അമ്മയും ഹസ്ബൻഡും കൂടെയാണ് കൃപാസനത്തിൽ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല, അമ്മയാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് വേണ്ടി നിയോഗം വെച്ച് ഞങ്ങളും പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോയി. വീണ്ടും 1 വർഷത്തിന് ശേഷം ഞാൻ 2ാമതും പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞങ്ങൾ ഓർത്ത് അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാതാവ് തന്നതായിരിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ ഫസ്റ്റത്തെ പോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അതും പഴയതുപോലെ തന്നെ എനിക്ക് ബ്ലീഡിങ് വന്ന് അതും അബോർഷനായി പോയി. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ ഞാൻ തന്നെ വന്ന് ഉടമ്പടി കാര്യങ്ങൾ ചെയ്താലേ അത് സാധ്യമാകുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ 2023 മെയ് മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവേ, ഇനി എനിക്കൊരു കുഞ്ഞ് എൻ്റെ ഉദരത്തിൽ രൂപം കൊള്ളുവാണെങ്കിൽ ആ കുഞ്ഞിനെ എനിക്ക് തന്നേക്കണം. കാരണം പ്രഗ്നൻ്റ് ആവാതിരിക്കുന്നതിലും സങ്കടമാണ്, 2 തവണ ആയിട്ടും ആ ജീവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നത്. ആ ഒരു വിഷമം ഞങ്ങൾ കുറേ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. അതിനുശേഷം ആ വർഷത്തെ ജപമാല റാലിയിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. കുഞ്ഞിന് വേണ്ടി തന്നെ നിയോഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നീട് ഞങ്ങൾ ജനുവരി മാസത്തിൽ ഡോക്ടറെ ചെന്ന് വീണ്ടും കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 തവണ അബോർഷൻ ആയതുകൊണ്ട് എല്ലാ ടെസ്റ്റുകളും ഒന്നും കൂടെ ചെയ്യണം. ചെയ്തപ്പോൾ വീണ്ടും എനിക്ക് PCOD ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ കൗണ്ടിന് മാറ്റമൊന്നും ഇല്ലാതെ തുടരുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, എക്സസൈസ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. പിന്നെ മരുന്നിന് തന്നെ വലിയൊരു തുക ഞങ്ങൾക്ക് ചിലവാക്കേണ്ടി വന്നു. അത് തന്നെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. വീണ്ടും ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, മാതാവിന് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് എല്ലാ മാസവും ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനം കൂടും. ആഴ്ചയിലുള്ളത് യൂട്യൂബിൽ ധ്യാനം കൂടും. പത്രവിതരണം ഇവിടെ വന്ന് പത്രം മേടിച്ച് അടുത്തുള്ള സ്ഥലത്തൊക്കെ കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഓഗസ്റ്റ് 24, 2024 ഞങ്ങൾക്കിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പറ്റി. ഇവിടെ വന്ന് അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. പിറ്റേ മാസം ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്
മരുന്ന് കഴിക്കാത്തതിന് ഒന്നും തന്നെ നിങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഇനി ആയാൽ തന്നെ പഴയതുപോലെ തന്നെ സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിലെല്ലാം മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ മാസം ഞങ്ങൾ മരുന്ന് മേടിക്കുക ഒന്നും ചെയ്തില്ല. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. അതിക്ക് മുമ്പ് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് നോർമലി നിങ്ങൾക്ക് കൺസീവ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും, IUI അല്ലെങ്കിൽ IVF ചെയ്യണമെന്ന് ഡോക്ടർ ഞങ്ങൾക്ക് ചീട്ടിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഞങ്ങളുടെ ഗൈനക്കിനെ ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം, എന്താ നോർമലി കൺസീവ് ആകൽ ഇനി ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. ആ മാസം തന്നെ സെപ്റ്റംബർ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഒക്ടോബർ മാസത്തിലാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അന്ന് ഞങ്ങൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ സ്കാൻ ചെയ്തു, വീണ്ടും പഴയ പോലെ തന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ്. ഡോക്ടർ പറഞ്ഞു നല്ലോണം ശ്രദ്ധിക്കണം, മുന്നോട്ട് പോകുമെന്ന് അറിയില്ല, നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഉടമ്പടി എടുത്തത് കൊണ്ട് മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഒരു 2 ആഴ്ച വളരെ ദുഃഖത്തോടുകൂടെ ഞങ്ങളുടെ കുടുംബം മൊത്തം പ്രാർത്ഥിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് വന്നു, ഇൻറ്റേർണൽ ബ്ലീഡിങ് അതുപോലെ തന്നെ ഉണ്ട്, നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ മുട്ടിപ്പാടി പ്രാർത്ഥിച്ചു. പൂർണ്ണമായിട്ട് ഞാൻ റെസ്റ്റ് എടുത്തു. ആ സമയത്ത് ബേബി ടെസ്റ്റിമോണീസാണ് ഞാൻ കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വചനം വായിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലുക, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പൂർണ്ണമായിട്ട് അപ്പം ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും വയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കുകയും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ 3 മാസത്തിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് എൻ്റെ ഇൻറ്റേർണൽ ബ്ലീഡിങ് മാറിയിട്ടുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. വീണ്ടും എനിക്ക് റെസ്റ്റ് പറഞ്ഞത് എൻ്റെ പ്ലാസൻ്റെ താഴെയായിരുന്നു. പിന്നെ നോർമലി 2 അബോർഷൻ കഴിഞ്ഞതുകൊണ്ടും വീണ്ടും എന്നോട് റെസ്റ്റ് തുടരാൻ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ പത്രവിതരണമൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോൾ എൻ്റെ റെസ്റ്റ് പൂർണ്ണമായിട്ട് മാറ്റിത്തരണം, എനിക്ക് പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, പത്രവിതരണം ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ പൂർണ്ണമായിട്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാതാവ് മാറ്റിത്തന്നു. അങ്ങനെ ഞാൻ 5-ാം മാസം മുതൽ പത്രവിതരണമൊക്കെ തുടർന്നു. പത്രവിതരണം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ഞാൻ എങ്ങനെയാണ് കൺസീവ് ആയത് എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ കുമ്പസാരിക്കും, ഞാനും ഹസ്ബൻഡും എല്ലാ മാസവും കുമ്പസാരിക്കും, മുടങ്ങാണ്ട് പള്ളിയിൽ പോകാനൊക്കെ തുടങ്ങി. പിന്നെ ആത്മീയമായിട്ടും ഉടമ്പടി എടുത്തത് വഴി ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ പറ്റി. പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയിലൊക്കെ നേരത്തെ നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ മടി പറയും. ഇപ്പോൾ മുടങ്ങാണ്ട് തന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തത് രോഗികളായിട്ടുള്ളവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടാണുള്ളത്. പിന്നെ ഇതുപോലെ ലാസ്റ്റ് 9-ാം മാസം ആയപ്പോഴത്തേനും ഞങ്ങളിതുപോലെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ലാസ്റ്റ് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ 2 തവണ കോഡ് ചുറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സിസേറിയൻ വേണം. ഞാനപ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് സ്കാൻ ചെയ്യാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഡോക്ടർ ഏത് ദിവസം തന്നാലും ഞാൻ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ടാണ് സ്കാൻ ചെയ്യാൻ പോവാറ്. സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോൾ സ്കാനിങ് സെൻറ്ററിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ സ്കാൻ ചെയ്യാൻ എപ്പോഴും കയറാറ്. അപ്പോൾ അന്ന് ഇതുപോലെ തന്നെ ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഡോക്ടർ പറഞ്ഞു തിങ്കളാഴ്ച വന്ന് അഡ്മിറ്റ് ആവും, ബുധനാഴ്ച സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോന്നു. വ്യാഴാഴ്ച ഞാനും ഹസ്ബൻഡും കൂടെ പോയി കുമ്പസാരിച്ച്, പുതിയതായിട്ടൊരു കുഞ്ഞിനെ സ്വീകരിക്കണമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ 2 പേരും പോയി കുമ്പസാരിച്ച് ഒരുങ്ങി. അങ്ങനെ പള്ളിയിൽ നിന്ന് വന്ന വഴിക്ക് എനിക്ക് ചെറിയൊരു പെയിൻ വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്നാലും വന്ന സ്ഥിതിക്ക് തിങ്കളാഴ്ച സിസേറിയൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച സിസേറിയൻ ചെയ്തപ്പോൾ കുഞ്ഞ് ഓൾറെഡി മഷി ഇട്ടിട്ടുണ്ടായിരുന്നു. സിസേറിയൻ ചെയ്തപ്പോഴാണ് അത് അറിഞ്ഞത്. അതും മാതാവാണ് എത്രയും വേഗം നേരത്തെ തന്നെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നും ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണേണ്. അങ്ങനെ മെയ് 26-ാം തീയതി 2025 ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞിൻ്റെ പേര് നോവ. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഈശോയുടെ പക്കൽ നിന്നും വാങ്ങിത്തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് 2 പ്രാവശ്യമാണ് എൻ്റെ ഹസ്ബൻഡിനെ ആക്സിഡൻറ്റിൽ നിന്നും രക്ഷിച്ചത്. ചെറിയ പരിക്കായിട്ടാണ് രക്ഷിച്ചത്. ഹോസ്പിറ്റലിൽ ചെന്ന് MRI ഒക്കെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ ലൈഫ് തന്നെ ഡേഞ്ചർ ആയാനേ, ഇത് നിങ്ങൾ ഭയങ്കര ലക്കിയാണെന്നാണ് പറഞ്ഞത്. ആ ലക്ക് ഞങ്ങൾക്ക് കിട്ടിയത് ഉടമ്പടി എടുത്തത് വഴിയും മാതാവിൻ്റെ സംരക്ഷണവും കൊണ്ടാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കണേണ്. ഇത്രയും അനുഗ്രഹം ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന മാതാവിന് കോടിക്കണക്കിന് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രവിതരണമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുന്ന് പത്രം വാങ്ങിച്ച് എൻ്റെ വീടിനടുത്തുള്ള സ്ഥലത്തും ജോലി സ്ഥലത്തൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പ്രഗ്നൻസി ടൈമിലും അങ്ങനെ തന്നെയാണ് എനിക്ക് പറ്റുന്ന പോലെ ചെയ്തത്. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തത് രോഗികൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായവും. അടുത്തൊരു വൃദ്ധമന്ദിരമുണ്ട്, അവിടെ
ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസയും ഹസ്ബൻഡ് കൊടുക്കാറുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യപ്രവൃത്തികൾ. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നേടിത്തന്ന ഈശോയ്ക്കും മാതാവിനും 1000 ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാൻ സാധിച്ചാൽ 1000 നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും. എൻ്റെ പേര് ആര്യ, ഞാൻ മണിമലയിൽ നിന്ന് വരുന്നു. 2020 മുതലുള്ള സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആദ്യമായി ഞാൻ പാസ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ഇവിടെയാണ് എത്തിയത്. പാസ്പോർട്ട് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അമ്മ ഇവിടെ വർഷങ്ങളായി ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ അമ്മ ആണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. സോ പാസ്പോർട്ട് കിട്ടിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ ഇവിടെ എത്തി. സോ ആ സമയത്ത് ഞാൻ എൻ്റെ PG കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. PG കഴിഞ്ഞിട്ട് അധികം ആയില്ല, പാസ് ഔട്ട് ആയതേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ആ സമയം ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പാസ്പോർട്ട് എനിക്ക് വന്നത് ഐ തിങ്ക് നവംബറിലാണ്. എനിക്ക് നെക്സ്റ്റ് ജനുവരിയിൽ തന്നെ മാൽദീവ്സിൽ അവിടുത്തെ ഗവൺമെൻറ് സർവീസിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി. അതിൻ്റെ മിറക്കിൾ പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഒരു ഏജൻസി വഴിയാണ് അവിടെ ജോലി കിട്ടാറ്. ആൻഡ് അതിൻ്റെ സർവീസ് ചാർജ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. സോ ആ സമയത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അത് കൊടുക്കാനോ അതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും എനിക്കാരും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ഇടപെടൽ എന്ന് തന്നെ പറയണം. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിനെ അവർ സർവീസ് ചാർജ് ഒന്നും കൂടാതെ മിനിസ്ട്രി ഡയറക്റ്റായിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. സോ എനിക്ക് 1 രൂപ പോലും ചിലവില്ലാതെയാണ് ഞാൻ ജോലിക്ക് കയറിയത്. സാധാരണ ഒരു 2 ലക്ഷം രൂപയോളം അടുത്താണ് ഒരു കാൻഡിഡേറ്റ് അവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും ജോലി കിട്ടില്ലായിരുന്നു. അമ്മ ഇടപെട്ട് എനിക്ക് ആ ലോയിൽ തന്നെ ഒരു മാറ്റം വരുത്തി എനിക്ക് ആ ജോലി കിട്ടി. അതിനുശേഷം ആ ലോ തന്നെ അവിടുന്ന് ചേഞ്ചായി. തുടർന്ന് ഒരു ബാച്ചും ആ രീതിയിൽ അവിടേക്ക് പോയിട്ടില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് പ്ലേസ്മെൻറ്റ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും ആ കൺട്രിയിലെ ഏത് ഭാഗത്താണ് നമ്മുടെ ജോലി എന്ന് നമ്മൾ അറിയുന്നത്. മാൽദീവ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. സോ എനിക്ക് ആ ടൈമിൽ ഒരു 24 ഇയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതും. സോ അതിൻ്റെതായ എക്സ്പീരിയൻസേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവിടെ ചെന്നതിന് ശേഷമാണ് ഐലൻഡിലൊക്കെ ഉള്ളൊരു ലൈഫ് കുറച്ച് മിസറബിൾ ആയിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞത്. മറ്റൊരു മാതാവിൻ്റെ ഇടപെടൽ എന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയത് ക്യാപിറ്റൽ സോണിൽ തന്നെയാണ് എൻ്റെ പ്ലേസ്മെൻറ്റ് കിട്ടിയത്. അതിലും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേര് വന്ന സ്കൂളിൽ നമ്മൾ അവിടെ ചെല്ലുമ്പം ഇന്ന സ്കൂളിലേക്കാണ് ഇന്ന ആൾക്കുള്ള അപ്രൂവൽ അല്ലെ അപ്പോയിൻമെൻറ്റ് എന്ന് പറയും. അപ്പം എൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ സ്കൂളുണ്ടായിരുന്നു. നമ്മൾ ആ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ആക്ച്വലി ഇങ്ങനൊരു വേക്കൻസി ഇല്ല, എന്തുകൊണ്ടാണ് നിന്നെ അവർ ഇങ്ങോട്ടേക്ക് വിട്ടതെന്ന് അറിയില്ല, ഇവിടെ ഇങ്ങനൊരു വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരെന്നോട് ചോദിച്ചു, ഇന്ന സബ്ജക്റ്റ് പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. എന്നെ അവരവിടെ അപ്പോയിൻറ്റ് ചെയ്തു. അത് മറ്റൊരു മിറക്കിൾ. വേക്കൻസി ഇല്ലാത്തടത്ത് അമ്മ ഇടപെട്ട് ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ എനിക്കമ്മ ജോലി തന്നു. പിന്നെ മൂന്നാമത്തെ കാര്യവും എൻ്റെ ജോലി മേഖലയിൽ തന്നെയാണ്. അവിടെ വർക്ക് ചെയ്ത് ഏതാനും വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ട്രാൻസ്ഫർ വന്നു എന്ന് പറയുമ്പം അത് അവിടുത്തെ ഒരു ലോക്കൽ നമ്മുടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്താൽ അവിടെയുള്ള ഒരു എക്സ്പാട്രിയേറ്റിനെ മാറ്റിയിട്ട് ആ പോസ്റ്റ് അവർക്ക് കൊടുക്കുകയാണ് പതിവ്. സോ എൻ്റെ പോസ്റ്റിലേക്ക് ഒരു ആപ്ലിക്കേഷൻ വന്നു. എൻ്റെ ട്രാൻസ്ഫർ ലെറ്റർ അടിച്ചെൻ്റെ കയ്യിലേക്ക് തന്നു എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ. അതൊരു ഐലൻഡിലാണ്. എനിക്ക് ആ ട്രാൻസ്ഫർ എന്ന് കേട്ടപ്പോൾ തന്നെ ഓഫ് കോഴ്സ് ബോഡി ഷിവർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് പേടിയായിരുന്നു പോകാനായിട്ട്. ആ ട്രാൻസ്ഫർ ക്യാൻസലായി. വീണ്ടും ആ സ്കൂളിൽ തന്നെ തുടരാൻ അമ്മ എന്നെ അനുവദിച്ചു. കാരണം ഓരോ തവണയും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഞാൻ അമ്മ മാതാവിനെ തന്നെയാണ് മുറുകെ പിടിച്ചിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഓരോ താഴ്ചകൾ വരുമ്പോഴും ഒരു തവണ പോലും എനിക്ക് തള്ളിപ്പറയാൻ തോന്നിയിട്ടില്ല. കൂടുതൽ ശക്തമായി മാതാവിനെ മുറുകെ പിടിക്കാനേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോഴൊക്കെ അമ്മ എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മാരേജായിരുന്നു. ഒരു മാരേജിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു ടൈമിലല്ല എനിക്ക് ഒരു പ്രപ്പോസൽ വന്നത്. സിറ്റുവേഷൻ, കുടുംബത്തിലെ സാഹചര്യം വെച്ച് ആ സമയം വിവാഹം കഴിക്കാൻ പറ്റിയിരുന്നില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നുമില്ല. അപ്പം അതിനുള്ള സാമ്പത്തിക ക്രമീകരണമാണ് മാതാവ് എനിക്ക് അത്ഭുതകരമായി നടത്തി തന്നത്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ മാരേജ്. സോ ആ സമയത്ത് വിവാഹത്തിനുള്ള ചിലവുകൾ, മറ്റ് ആവശ്യങ്ങൾ. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ തന്നെ അവരെന്നെ ഒരു ചിട്ടിയിൽ എന്നോട് പറഞ്ഞു, എന്നെ ഒരു ചിട്ടിയിൽ 20 മാസം കൊണ്ട് അടച്ചാൽ മതി, ആ എമൗണ്ട് അവർ തുടക്കത്തിൽ തരികയും ചെയ്യും. അവരുടെ റിലേറ്റീവിൻ്റെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്കീമായിരുന്നു അത്. എന്തോ ആ അമ്മയ്ക്ക് എന്നോട് അങ്ങനെ പറയാൻ തോന്നി. ആ ഒരു എമൗണ്ട് എനിക്ക് കിട്ടി. എൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നു. എനിക്ക് 1 രൂപ പോലും കടമില്ലായിരുന്നു.
പിന്നെ ബാക്കി കാര്യങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്ക് നോക്കിയാൽ മതിയായിരുന്നു. സോ വിവാഹം ഞാൻ അർഹിക്കുന്നതിലും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ഭംഗിയായി നടന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടി. അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ പിന്നീട് ഞാൻ ക്യാരിയിങ് ആയ അവസരത്തിൽ 3-ാമത്തെ മാസം എൻ്റെ യൂട്രസ് റിട്രോവേറ്റഡ് യൂട്രസ് ആണ്. സോ കുറച്ച് സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് എനിക്ക് യൂറിനറി റിട്ടൻഷൻ ഉണ്ടായി. അതായത് സ്വാഭാവികമായി എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി ഓരോ തവണയും ട്യൂബ് ഇട്ടിട്ട് വേണമായിരുന്നു യൂറിൻ കളയേണ്ടത്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്യൂബ് ഇട്ട് യൂറിൻ കളയുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അഡ്മിറ്റ് ആയിക്കോ, ഒരാഴ്ചത്തോളം അഡ്മിറ്റ് ആയിക്കോ, ഒബ്സർവേഷനിലൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. 2 തവണ ട്യൂബിട്ട് കളഞ്ഞു. പക്ഷേ 3-ാമത്തെ തവണ മുതൽ എനിക്ക് സ്വാഭാവികമായി തന്നെ യൂറിൻ പാസ് ചെയ്യാൻ സാധിച്ചു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട്, ഇങ്ങനത്തെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അത് അമ്മ എനിക്ക് പരിഹരിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ് കാര്യങ്ങളിലാണേലും ഞങ്ങൾക്ക് ഒരു ഫാർമസി ഓപ്പൺ ചെയ്യണമായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു സ്പോൺസറിനെ നമ്മൾ ഫാർമസി നമ്മുടെ ഓണർഷിപ്പിലാണെങ്കിലും അതിനൊരു സ്പോൺസർ വേണമായിരുന്നു. സോ ഞങ്ങൾക്കൊരു നല്ല വ്യക്തിയെ തന്നെ അമ്മ ആ അവസാന നിമിഷം ഞങ്ങൾക്കൊരു നല്ല സ്പോൺസറിനെ കൊണ്ട് തന്നു. അതുപോലെ തന്നെ ഫാർമസി ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ അപ്രൂവൽ ആവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെ. ആ അപ്രൂവലും ഞങ്ങൾക്ക് അധികം വൈകാതെ തന്നെ, സാധാരണ ആളുകൾക്കൊക്കെ കുറച്ച് സമയം കൂടുതൽ എടുക്കുമെങ്കിലും ഞങ്ങൾക്ക് വളരെ വേഗം തന്നെ ഞങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാതെ അമ്മ മാതാവ് എത്രയും പെട്ടെന്ന് തന്നെ അതിനെല്ലാം അമ്മ ക്രമീകരിച്ച് തന്നു. അതുപോലെ അമ്മയുടെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വന്ന മാറ്റം എന്തെന്ന് പറഞ്ഞാൽ വിശ്വാസം ഒരുപാട് വർദ്ധിച്ചു. ഈവൻ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ നടക്കാതെ പോയാൽ പോലും നമുക്കൊരിക്കലും ദൈവത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ദൈവം ഇല്ലയെന്ന് പറയാനോ പ്രാർത്ഥന മുടക്കാനോ നമുക്ക് തോന്നാറില്ല. ഒരു കാര്യം നടന്നില്ലെങ്കിൽ അതിലും നല്ലതായി മറ്റൊരു കാര്യം നമുക്ക് നടത്തി തരും, അല്ലെങ്കിൽ ഇതിലും മികച്ചത് നമുക്ക് മാതാവ് തരും എന്നൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് മാൽദീവ്സിലൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം അതൊരു മുസ്ലിം കൺട്രിയാണ്. എനിക്ക് വേണ്ടി എൻ്റെ അമ്മയാണ് കാര്യങ്ങൾ ഇവിടെ ചെയ്യാറ്. ഓർഫനേജിൽ ഫുഡ് കൊടുക്കുന്നതാണേലും പത്രം കൊടുക്കുന്നതാണേലും അതുപോലെ പള്ളിയിൽ വരാനുള്ള ആളുകൾക്ക് പൈസ കൊടുക്കുന്നതാണേലും അമ്മയാണ് കൂടുതലും നീഡ്ഫുള്ളായിട്ടുള്ള ആളുകളെ കണ്ടെത്തി എന്നോട് പറയും, ഇന്നവർക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇത് ചെയ്തു കൊടുക്കുന്നത് എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട്. സോ ഞാൻ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കും, അമ്മ അത് ചെയ്യും. അതുപോലെ ആത്മീയമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പം ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. ഞാനൊരു 3 ടൈംസ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെയിലി വായിക്കും. പിന്നെ ബൈബിൾ റീഡിങ് ഗ്രൂപ്പുകളിലുണ്ട്. അതിൽ ഇപ്പം സൂം വഴി നമുക്ക് ഓരോരുത്തർക്കും ടേൺ കിട്ടും, ഇന്ന അധ്യായങ്ങൾ വായിക്കാനായിട്ട്. അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. പിന്നെ കൊന്ത ചൊല്ലാറുണ്ട്. ഉടമ്പടി ധ്യാനം കൂടാറുണ്ട്. മുഴുവനായിട്ട് എനിക്ക് ഒരേ സമയം ഇരുന്ന് കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കുറേശ്ശെയായിട്ടാണ് കൂടുന്നത്. അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ രാവിലെ, എനിക്ക് സ്കൂൾ ടൈം 6:45 ആണ് രാവിലെ. സോ എനിക്ക് എന്തായാലും രാവിലെ എഴുന്നേക്കാൻ പറ്റും. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രെയർ ചൊല്ലാറുണ്ട്. സോ ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി. ഇത് കൂടാതെ തന്നെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ബ്രദറിനും ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവർ സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചു. അമ്മയ്ക്കും കുമാരനും ഒരുപാട്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനാൽത്താരയിൽ കുടുംബത്തോടെ അമ്മയുടെ നാമമഹത്വത്തിനായി ഞങ്ങളെ ഇവിടെ വിളിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമേ നന്ദി ചൊല്ലുന്നു. എൻ്റെ പേര് യൂജിൻ നിക്ലോസ്, ഭാര്യയുടെ പേര് വെർജിൻ, നിൽക്കുന്ന കുഞ്ഞുമോൻ്റെ പേര് കരോൾ വൈറ്റിവ. മൂത്ത 2 പെൺകുട്ടികളുണ്ട്. ഒരാൾ മലപ്പുറത്ത് EMS കോളേജിലും മറ്റൊരാൾ കോഴിക്കോട് ശ്രീ ആഞ്ജനേയ കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നിൽക്കുവാനുള്ള വലിയ ഭാഗ്യം നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി ചൊല്ലുന്നു. ഞാൻ 2023 ജനുവരി മാസം 20-ാം തീയതി ഉടമ്പടിയെടുത്തു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഈ കൃപാസനം പരിചയപ്പെടുക എന്നുള്ളത് യൂട്യൂബിലൂടെ കൃപാസനത്തിൻ്റെ ഉടമ്പടി ശുശ്രൂഷകളൊക്കെ അച്ഛൻ്റെ ധ്യാനമൊക്കെ നേരത്തെ കേൾക്കുമായിരുന്നു. അങ്ങനെ കൃപാസനത്തിൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അന്വേഷിച്ചപ്പോൾ എൻ്റെ ഇടവകയിൽ നിന്ന് തന്നെ, ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്,
തിരുവനന്തപുരം അതിരൂപതയിൽ സെൻറ്റ് നിക്ലോസ് ദേവാലയത്തിൽ നിന്നാണ് വരിക. അങ്ങനെ ഞാൻ ഇവിടെ വരാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ എൻ്റെ ഇടവകയിൽ തന്നെയുള്ള മേരി സേവ്യർ എന്നുള്ള ഒരു സഹോദരി വർഷങ്ങളായി വളരെയേറെ ഓരോ മാസവും ആയിരക്കണക്കിന് മക്കളെ ഇവിടെ കൂടെ കൊണ്ടുവന്ന് ഉടമ്പടി ധ്യാനവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്ന ആ സഹോദരിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അമ്മ കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മുടങ്ങാതെ മാക്സിമം മാസങ്ങളിലൊക്കെ ഞാനിവിടെ എത്തും, വന്ന് നന്ദി ചൊല്ലി പ്രാർത്ഥിക്കും. ഉടമ്പടി പത്രവും അതുപോലുള്ള ഉടമ്പടി വസ്തുക്കളും വാങ്ങി പോവുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന വേളയിൽ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ തലയൊന്ന് നോക്ക്. ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പകുതി മുറിച്ചാൽ കിട്ടുന്ന അതേ അളവിൽ ഒരു മുഴ ഉച്ചിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത നാൾ മുതൽ കുടുംബ പ്രാർത്ഥനാ സമയത്ത് എല്ലാവർക്കും ഞങ്ങൾ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ആ വേളയിൽ നെറ്റിയിൽ തേച്ച് കൊടുക്കും. ഒപ്പം ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ അവിടെയും ഇത് തേച്ച് ഉടമ്പടി തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അന്ന് രാത്രി കുടുംബ പ്രാർത്ഥനാ സമയത്ത് എൻ്റെ ഭാര്യ പറഞ്ഞ ആ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഒരു അൾത്താര തന്നെ തയ്യാറാക്കി കൃപാസന അമ്മയുടെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ ഫോട്ടോയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അമ്മയുടെ മുഖത്ത് നോക്കി എന്ത് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം ആ ജപമാലയുടെ സമയത്ത് അമ്മയെ നോക്കി ഉടമ്പടി തൈലം ആ തലയിലൊന്ന് കുരിശ് വരച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഇതേപോലെ ആൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികയും കൂടിയാണ്. വൈകുന്നേരത്ത് പകലൊന്നും ചോദിക്കാൻ സാധിച്ചില്ല, ഉടമ്പടി തൈലം പൂശിക്കൊടുത്തു. 2-ാം ദിവസവും കുടുംബ പ്രാർത്ഥനാ സമയത്ത് തല കാണിക്ക് ഞാൻ ഉടമ്പടി തൈലം പൂശാമെന്ന് പറഞ്ഞുകൊണ്ട് തല ഇങ്ങനെ കുനിച്ച് തന്നതും അവിടെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ മുഴ കണ്ട ആ രാത്രി തന്നെ ഉള്ളിലൊരു ഭയമുണ്ടായി. കാരണം നമുക്കറിയാം തലയുടെ ഭാഗങ്ങളിലൊക്കെ മുഴ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, നമ്മൾ വൈദ്യപരിശോധനയ്ക്ക് പോയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉൾഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഭയത്തോടെയാണ് ഞാൻ പരിശുദ്ധ അമ്മയെ നോക്കി ഈ ഉടമ്പടി തൈലം പുരട്ടിക്കൊടുത്തത്. പിറ്റേ ദിവസവും പുരട്ടാൻ വേണ്ടി തല ഒന്ന് കുനിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് അവിടെ ഒന്നും തന്നെ ഇല്ല, അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഭാര്യ തന്നെ സംസാരിക്കുന്നതായിരിക്കും. തലയിൽ എപ്പോൾ ഈ മുഴ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ചൊന്ന് പൊങ്ങി മുടി ചീകാനായിട്ട് ചീപ്പെടുത്ത് മുടി ചീകുമ്പോഴേക്കും ആ ഭാഗത്ത് തൊടുമ്പോൾ തന്നെ ഭയങ്കര വേദന. പിന്നെ ഞാൻ വിചാരിക്കും അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് മുടി ചീകും. പക്ഷേ മുടി ആ ഭാഗത്ത് ഇങ്ങനെ നല്ല പൊങ്ങിയിരിക്കും. അങ്ങനെ കുറേ നാൾ കൊണ്ട് നടന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് വേദനയും ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ് നോക്ക് എന്നെക്കൊണ്ട് കുറച്ച് വേദനയുണ്ട്, എന്ത് പറ്റിയോ എന്തോ. അടുത്ത ദിവസമായപ്പോഴേക്കും കുളിച്ച് വന്ന് ഞാൻ മുടി ചീകിയിട്ട് വെറുതെ ചീപ്പ് വെച്ച് ഒന്ന് ചീകി ആ ഭാഗത്ത് എന്തായാലും ചീകണ്ട എന്ന് വിചാരിച്ച് മുകളിലൂടെ ഒന്ന് ചീകി വന്നപ്പോഴേക്കും ആ മുഴ മൊത്തത്തിലൊരു എന്തോ ഒരു സാധനം ഇങ്ങനെ ഇളകി വരുന്ന പോലെ എനിക്ക് തോന്നി. നോക്കിയപ്പോൾ കുറച്ചൊരു കട്ടിയിലൊരു ഭാഗം ഇളകി വരികയും അവിടെ ചെറിയൊരു മുറിവ് വലിയ മുറിവല്ല, ജസ്റ്റ് ആ ഇളകി വന്ന ഭാഗത്ത് ചെറിയൊരു മുറിവ് മാത്രം ഉണ്ടായിരുന്നു. അത് പിന്നെ തൈലം ഇട്ടപ്പോഴേക്കും ഉടമ്പടി തൈലം ഇട്ട് അത് വേഗം ഉണങ്ങി പോവുകയും ചെയ്തു. അത് വന്നത് അതുപോലെ മൊത്തത്തിൽ ഇളക്കി ആരോ ഇളക്കി മാറ്റിയതുപോലെ ഒറ്റ ദിവസം കൊണ്ട് അതങ്ങ് മാറിപ്പോയി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. 2-ാമത്തെ സാക്ഷി എന്ന് പറയുക, ഈ നിൽക്കുന്ന മകൻ്റെ ശരീരത്തിൽ ത്വക്കിൻ്റെ ഒരു അലർജി രോഗമുണ്ട്. തല മുതൽ കാല് വരെയുണ്ട് എന്ന് പറയാം. ഒത്തിരി എനിക്ക് തോന്നുന്നൊരു 3 പ്രാവശ്യം ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അവർ തരുന്ന ഓയിൽമെൻറ്റും മറ്റ് മെഡിസിനും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഉള്ളിലൊരു നിരാശ. കാരണം ഞാൻ ഉടമ്പടി എടുത്തു, പക്ഷേ എൻ്റെ മക്കൾക്ക് എന്താ പറയുക, എനിക്കെന്ത് തന്നെ അസുഖം വന്നാലും ഞാൻ ഉടമ്പടി തൈലം വളരെ വിശ്വാസത്തോടുകൂടി, അതുപോലെ എന്നും രാവിലെ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് ഞാൻ എന്നും കുടിക്കും. അതെൻ്റെ ആദ്യത്തെ ഭക്ഷണമാണ്. ഞാനത് നിർബന്ധമായിട്ടും കുടിച്ചിരിക്കും. അത് കുടിച്ചിട്ട് തന്നെയാണ് ദേവാലയത്തിലേക്ക് കുർബാനയ്ക്ക് പോവുകയും.
അങ്ങനെ മനസ്സിലൊരു നിരാശയായിരുന്നു. ഇത്ര മരുന്ന് പോലും ഉപയോഗിച്ചിട്ടും മോൻ ഇങ്ങനെ മാറുന്നില്ലല്ലോ എന്നുള്ള. വീണ്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. വീണ്ടും അദ്ദേഹം മറ്റൊരു മരുന്ന് എഴുതി തന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ഇതുപോലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴേക്കും തോന്നി ഈ ഉടമ്പടി വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉള്ളം കയ്യിൽ, ഇടത് കയ്യിൽ ഒരു നുള്ളുപ്പ്, 3 തുള്ളി ഉടമ്പടി തൈലം, ഒരല്പം തേന്, ഇത് 3 കൂടെ തള്ളവിരൽ കൊണ്ട് മറുകൈൻ്റെ വിരൽ കൊണ്ട് ചാലിച്ചുകൊണ്ട് ഞാനിത് മരുന്ന് പോലെ വിശ്വാസത്തോടുകൂടി ഉപയോഗിക്കുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അതെല്ലാം പാടി, അതെല്ലാം മാറി മകൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അതിൻ്റെ ആ വെള്ളപ്പാടുകൾ നിങ്ങൾ കാണും. ഇല്ല എങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ പുറത്തിറക്കുമ്പോഴേക്കും ആരും കാണാതിരിക്കാൻ വേണ്ടി എന്താ പറയുക, ഫുൾ കൈയുള്ള ഷർട്ടോ ബനിയനോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുക. പക്ഷേ ഇന്ന് പരിശുദ്ധ അമ്മ കൃപാസനമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ആ വലിയൊരു മുറിവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ മകനിൽ നിന്നും അത് മാറിക്കിട്ടി. അമ്മയ്ക്ക് എത്ര കണ്ട് നന്ദി അർപ്പിച്ചാലും മതി വരില്ല. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുക, നമുക്കറിയാം ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ലോകമാസകലം കത്തോലിക്ക സഭയിൽ ജപമാല മാസമായി ആഘോഷിക്കുകയാണ്. എൻ്റെ ഇടവകയിലും 31 ദിവസവും ഞങ്ങളുടെ കുരിശടി ചാപ്പലിൽ വെച്ച് ജപമാല ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴേക്കുമായിരുന്നു ഒരാഗ്രഹം തോന്നി, 31-ാം തീയതി സമാപന ദിവസമാണ്, നല്ല രീതിക്ക് മാതാവിനെ അങ്ങനെ ഒരു നല്ലൊരു ശുശ്രൂഷയുണ്ട്, അതിലേക്ക് വേണ്ടി ആ ഒരു ചാപ്പൽ നല്ല രീതിക്കൊന്ന് അലങ്കരിക്കാമെന്ന്. രാത്രി ഒരു 11:30 എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ആരാധനാലയത്തിൻ്റെ ഇത്രയും പൊക്കമുണ്ട് എൻ്റെ ആരാധനാലയവും. അങ്ങനെ വലിയ ഏണിയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴേക്കും ഇലക്ട്രിക് ഷോക്ക് അടിച്ചു. ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ട് ഒന്ന് വിറച്ചത് മാത്രം അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു ആ തൂണ് മുതൽ ഈ തൂണിൻ്റെ ഇത്രയും ഡിസ്റ്റൻസിൽ എടുത്തൊരു എറിഞ്ഞു എന്നെ. മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വീണത് മാത്രം അറിയാം. പക്ഷേ ഈ ബോർഡർ മുഴുവനും നമ്മുടെ ഒരു 2 അടി പൊക്കത്തിലൊരു ഫൗണ്ടേഷനുണ്ട്. ഈ ഫൗണ്ടേഷൻ്റെ വിളിമ്പെന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ സിമൻറ്റ് ഇത് വരുന്ന ഇങ്ങനെ എന്താ പറയുന്ന വാള് പോലെ ഇരിക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് അരിഞ്ഞു വന്ന് വീണു. ഞാൻ ഇത്രയും പൊക്കത്തു നിന്ന് എടുത്തെറിഞ്ഞപ്പോഴേക്കും നല്ല വീഴ്ച, എൻ്റെ നെഞ്ചോടുകൂടി എൻ്റെ ഈ ഭാഗത്ത് നല്ല വീഴ്ച കിട്ടി. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ എടുത്ത് പൊക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് നെഞ്ചിൻ്റെ ഈ ഭാഗം എന്തൊക്കെയോ ഉള്ളിൽ തകർന്നതുപോലുള്ളൊരു അവസ്ഥ പോലെ എനിക്ക് തോന്നി. എങ്കിലും അവിടെ ഇരുന്നു കൊണ്ട്, ചാപ്പലിൽ ഇരുന്നു കൊണ്ട് മാതാവേ മാതാവേ എന്നൊരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ചു, എനിക്കൊരാശ്വാസം തരണമേ എന്ന്. കാരണം രാവിലെ 5:30 മണിക്ക് ഈ ചാപ്പലിൽ വെച്ച് കുർബാനയുണ്ട്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏകദേശം പകുതി ആയിട്ടുള്ളൂ. ഇനിയും പകുതി ജോലി പൂർത്തിയാക്കണം. ഇനി ഞാനല്ലാതെ അത് മറ്റൊരാൾ ചെയ്യാനുമില്ല. നെഞ്ചാണെങ്കിലോ അത്രയ്ക്കും വേദന കൊണ്ട് പൊളയുകയായിരുന്നു ഞാൻ. പക്ഷേ എങ്കിലും ഞാൻ തന്നെ വീണ്ടും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട്, കൃപാസന അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ ഏണിയിൽ, ഓരോ ഏണിയിലും ഞാൻ ഓരോ സ്ഥലത്തും കയറി ഈ ജോലി പൂർത്തിയാക്കി. ഞാനൊരു 1:30 മണിയായപ്പോഴേക്കും, 12:30 1 മണിയായപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി. ഞാൻ വൈഫിനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു, എനിക്കിങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോഴേക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ് ആ ഭാഗം. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ 5:30 കുർബാനയ്ക്ക് പോയേ പറ്റൂ. അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം പൂശി ഞാൻ കിടന്നുറങ്ങി. രാവിലെ 5 മണിയായപ്പോഴേക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുർബാനയ്ക്കും പോയി പങ്കെടുത്തു. അന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ വൈകുന്നേരം രാത്രി 11 മണി വരെ ഉള്ള എല്ലാ ശുശ്രൂഷയിലും ഇതിലെനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുക, 1 മണിക്കൂർ ഞാൻ ഇത്രയേറെ ആ ഒരു അനുഭവം കിട്ടിയിട്ട് ഈ ജപമാലയുടെ സമയങ്ങളിൽ എനിക്കൊരു വേദനയോ മറ്റൊന്നുമില്ല. ഞാൻ 1 മണിക്കൂർ നേരം പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്ന് മുട്ടിന്മേലിരുന്ന് ജപമാല ചൊല്ലി. ഞങ്ങളുടെ ഇടവക മുഴുവനും ചുറ്റി ജപമാല റാലി ഉണ്ടായിരുന്നു. ഈ റാലിയിലും ഞാൻ എല്ലാവരെയും പോലെ നടക്കുകയായിരുന്നു. കയ്യിൽ ജപമാലയും ഏന്തി ജപമാല പഠിച്ചുകൊണ്ട് തന്നെ ഞാനൊരു വാളണ്ടിയറായിട്ട് നിന്നുകൊണ്ട് ഇതെല്ലാ പ്രവർത്തനവും ചെയ്തു. ജപമാല കഴിഞ്ഞു വന്നു. രാത്രി അന്നത്തെ 31-ാം തീയതി രാത്രി ആയപ്പോഴേക്കും വൈഫിനോട് പറഞ്ഞു, അണ്ണാ എനിക്ക് തിരിഞ്ഞ് കാണാൻ പറ്റില്ലല്ലോ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ. നോക്കിയപ്പോഴേക്കും ഇടതുകാലിൻ്റെ മുട്ട് മുതൽ മുകളിൽ ചട്ടം വരെ അര വരെ ഇത് മുഴുവനും രക്തം കെട്ടുവിട്ട് കറുത്ത കളറായി കഴിഞ്ഞു ശരീരത്തിൻ്റെ അവസ്ഥ.
അപ്പോഴേക്കും വൈഫ് പറഞ്ഞ് ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട. പക്ഷേ എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഞാൻ ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മ എന്നെ 31-ാം തീയതിയുള്ള ഈ ശുശ്രൂഷയ്ക്ക് എന്നെ നടത്തിച്ചു. എന്നെ അതിലേക്ക് വേണ്ടി പൂർണ്ണ ആരോഗ്യം തന്നുകൊണ്ട് 31-ാം തീയതി നടത്തി. അതിനുശേഷം ഞാനൊരു വൈദ്യശാലയിൽ അഡ്മിറ്റായി ചികിത്സ എടുത്തു. പക്ഷെ ഒന്ന് ഓർക്കുക, ഞാനിവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഉടമ്പടി തിരിയും ഉടമ്പടി തൈലവും വിശുദ്ധ ബൈബിളുമായിട്ട് ഞാൻ വൈദ്യശാലയിൽ പോകുന്നു. എൻ്റെ പ്രാർത്ഥന പ്രഭാതത്തിൽ ഞാൻ മുടക്കിയിട്ടില്ല, ഞാൻ സന്ധ്യാപ്രാർത്ഥനയും മുടക്കിയിട്ടില്ല, ജപമാലയും മുടക്കിയിട്ടില്ല. കാരണം പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്ത് നിൽക്കുമ്പോഴേക്കും ഒരിക്കലും നമുക്കിതിന്ന് മാറി നിൽക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ അനുവദിക്കില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് എല്ലാവർക്കും, കാരണം ഞാൻ ഒരു അടി നടക്കില്ലായിരുന്നു, ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മരുന്ന് ഉപയോഗിച്ചുവെങ്കിലും എൻ്റെ വിശ്വാസമുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത, ആ ഉടമ്പടി വസ്തുക്കൾ എന്നെ വളരെയേറെ അനുഗ്രഹപ്രദമാക്കി മാറ്റി. ആ ഒരു വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ, അത് ഞാൻ ചിന്തിക്കുമ്പോഴേക്കും, ഞാൻ എപ്പോഴൊക്കെ ചിന്തിക്കുമോ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് രണ്ടാമതൊരു ജനനം തന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും ഈ ചട്ടത്തിൽ വലിയ വേരോടുന്നത് പോലെ ആ ഉള്ളിൽ ചതകെട്ടിക്കിടപ്പുണ്ട്. പക്ഷേ എക്സ്റേ എടുത്തപ്പോഴേക്കും, നെഞ്ചിനും ഈ ചട്ടത്തിനും എക്സ്റേ എടുത്തപ്പോഴേക്കും ഒരസ്ഥികൾക്കോ മറ്റൊന്നിനും തന്നെയും പരിശുദ്ധ അമ്മ ഒരു കടുകിട പോലും വ്യത്യാസം വരുത്താതെ, അതായത് ഒരു മുറിവ് പോലും വരുത്താതെ പരിശുദ്ധ അമ്മ വലിയ സംരക്ഷണം നൽകി എനിക്ക് രണ്ടാമതൊരു ജനനം തന്നു. എനിക്ക് കിട്ടിയ ഈ ആഘാതം 1 ഇഞ്ച് ഒന്ന് പുറകിലോട്ട് മാറിയിരുന്നെങ്കിൽ തല രണ്ടായിട്ട് പോകുമായിരുന്നു. കാരണം ആ വീണ് കിട്ടിയ ഏരിയ എന്ന് പറയുന്ന വാള് പോലെ ഷാർപ്പുള്ള പ്രതലമായിരുന്നു. വാള് പോലെ ഉള്ള പ്രതലത്തിലായിരുന്നു ഞാൻ അടിച്ചു വീണത്. പക്ഷേ 1 ഇഞ്ച് മാറിയിരുന്നെങ്കിൽ, പുറകിലോട്ടായിരുന്നു പോയിരുന്നെങ്കിൽ തല രണ്ടായിട്ട് മാറുമായിരുന്നു. പരിശുദ്ധ അമ്മ ഈശോയും എനിക്ക് രണ്ടാമതൊരു ജനനം നൽകി, രണ്ടാമതെൻ്റെ ജീവൻ എനിക്ക് നൽകി. ഇന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി വലിയൊരു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുക, ഞാൻ മാക്സിമം ഈ ഉടമ്പടി എടുത്തത് മുതൽ ഈ പരിചയപ്പെടുത്തിയ മേരി സേവ്യറിൻ്റെ വാഹനത്തിൽ തന്നെ ഞാൻ മാക്സിമം എല്ലാ മാസവും വരും. 2-3 കെട്ട് പത്രം വാങ്ങിക്കും. ഗവൺമെൻറ് ജില്ലാ ആശുപത്രികളിലും അതുപോലെ മറ്റുള്ള ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടുപോയി, റെയിൽവേ സ്റ്റേഷനിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. പക്ഷേ ഞാൻ ഈ പത്രത്തിൻ്റെ ഞാൻ പോലും മനസ്സിലാക്കാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഈ പത്രത്തിൻ്റെ വില എന്താണെന്നുള്ളത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്കറിയാം, നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പത്രം കൊടുക്കുമ്പോഴേക്കും ഒരു സഹോദരനെ എനിക്ക് അവിടെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കൃപാസന പത്രമാണ് തരിക. അദ്ദേഹം എന്നെ വിളിച്ച് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ 2 വർഷം കൊണ്ട് കാത്തിരിക്കുകയാണ് ഈ പത്രത്തിന് വേണ്ടി. അദ്ദേഹം വിദേശത്ത് ബഹ്റിനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു. ഈ ഒരു പത്രത്തിന് വേണ്ടി 2 വർഷം ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പത്രം എടുത്ത് നീട്ടി. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു പത്രം കൂടെ തരാമോ എന്ന്. അങ്ങനെ അദ്ദേഹം വീണ്ടും ഒരു പത്രം മേടിച്ചു. പക്ഷേ ആ പത്രം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എന്തുമാത്രം സമയം കരഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ പത്രത്തിന് വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമുക്കൊക്കെ പത്രം കിട്ടുമ്പോഴേക്കും നമ്മളതിൻ്റെ വില മനസ്സിലാക്കാറില്ല. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഈ പത്രം നമ്മൾ സുവിശേഷവൽക്കരണമാണ്. പരിശുദ്ധ അമ്മയെ, കൃപാസന ശുശ്രൂഷയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന, ലോകത്തിന് സന്ദേശമായി നൽകുന്ന വലിയൊരു അനുഭവമായി എനിക്കത് മാറി. അങ്ങനെ ഈ പത്രം മുടങ്ങാതെ വാങ്ങി ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കൂടാതെ കാരുണ്യ പ്രവൃത്തികളായിട്ട് അഗതി മന്ദിരത്തിന് എനിക്ക് ജോലിയില്ല. ഞാനൊരു 8 വർഷം കൊണ്ട് നേരത്തെ വിദേശത്തായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ ഒറ്റ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. കുടുംബം മക്കളെ പഠിപ്പിച്ചു അങ്ങനെയൊക്കെ പോകുന്നു. എങ്കിലും സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു അംശം മാറ്റി വെച്ചുകൊണ്ട് അഗതി മന്ദിരങ്ങൾക്കും അതുപോലെ മറ്റുള്ള രോഗികൾക്കുമൊക്കെ ഇങ്ങനെ വീട്ടിൽ വരുന്നവർക്കും അല്ലാതെ കാണുന്നവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. സന്തോഷമായി മുന്നോട്ട് പോകുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ കുമ്പസാരിക്കുന്നു 2 ആഴ്ച കൂടുമ്പോഴും, അഥവാ എവിടെയെങ്കിലും യാത്രയോ അങ്ങനെ എന്തെങ്കിലും മാറി വരുമ്പോഴേക്കും, അഥവാ വികാരിയച്ഛനില്ല എങ്കിലോ ഒരു 3 ആഴ്ചയിൽ ആ ഉള്ളിനകത്ത് ആ ഡേറ്റിനുള്ളിൽ വെച്ച് കുമ്പസാരിക്കുകയും മുടങ്ങാതെ പരിശുദ്ധ കുർബാന. ഈ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന ആ പീരീഡിൽ മാത്രം എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിച്ചില്ല. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയ്ക്ക് പങ്കെടുക്കും. വിശുദ്ധിയോടുകൂടി ജീവിക്കുക. കാരണം
നമുക്ക് ഈ ഉടമ്പടി ജീവിതമാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്രകാരം ചെയ്യാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. അതുകൂടാതെ മറ്റുള്ളവരോട് പരിശുദ്ധ അമ്മ വഴി എന്നിലും എൻ്റെ കുടുംബത്തിലും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും, ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാവരെയും പറഞ്ഞുകൊണ്ട് അവരോടും കൊണ്ടുവരാറുണ്ട്. ഇടയ്ക്ക് ഞാൻ ചികിത്സ നേടിയ ഹോസ്പിറ്റലിലെ ഒരു സംഭവം കൂടി പറയാം. അവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഭാര്യാഭർത്താക്കന്മാരാണ്. രണ്ടുപേരും പരസ്പരം അടുപ്പത്തിലല്ല, മാനസികമായിട്ട് അകലത്തിലാണ്. പക്ഷേ ഞാൻ പരിശോധിക്കാൻ പോയ വേളയിൽ കൃപാസന അമ്മയെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞു. വളരെ ആഗ്രഹത്തോടുകൂടി തീഷ്ണതയോടുകൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലേഡി ഡോക്ടർ സ്വീകരിച്ചു. ഞാൻ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും പത്രവും കൊടുത്തു. അദ്ദേഹം സന്തോഷത്തോടുകൂടി പറഞ്ഞു. വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ എന്നോട് പറയായിരുന്നു, യൂജിൻ ഇപ്പം വളരെ ശാന്തതയുണ്ട്, എൻ്റെ ഡോക്ടർ എന്നോട് നല്ല രീതിക്കാണ് സഹകരിക്കുന്നതെന്നുള്ള ആ വലിയൊരു സന്തോഷം എനിക്ക് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ഒപ്പം ഇന്ന് ഈ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. പക്ഷെ ആ സന്തോഷം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടിയതൊന്നുമല്ല ഈ ദിവസമെന്നുള്ളത്. ഇന്ന് ഞങ്ങളുടെ 23ാം വിവാഹ വാർഷികമാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ, കൃപാസന അമ്മയുടെ മുമ്പിൽ ഇന്ന് ഈ അനുഭവ സാക്ഷ്യം, കാരണം ഒത്തിരി നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ഈ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി. പക്ഷേ വൈഫിൻ്റെ ജോലിപരമായ അങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് അത് മുടങ്ങിപ്പോയി. പക്ഷേ വലിയൊരു നിമിത്തമായിട്ട് ഇന്ന് കുടുംബത്തോടൊപ്പം വന്ന് സാക്ഷ്യം ചൊല്ലുവാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചു. പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. വീണ്ടും ഉടമ്പടി ജീവിതത്തിൽ ദൈവം ആയുസ് വരുന്ന കാലത്തോളം ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ള വലിയ ആഗ്രഹവും വലിയ സമർപ്പണവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു.